വളരെ ലിമിറ്റഡ് ഡ്രിൽസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ കട്ട് ഷോട്ട് പഠിക്കാം. ഷോട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരാൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് തന്നെ അടിക്കാൻ പറ്റുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ബോൾ ഡ്രോപ്പ് ചെയ്തിട്ട് കോണ്ടാക്ട് കറക്റ്റ് ചെയ്യുക എന്നുള്ളൊരു ഡ്രില്ലാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. കോണ്ടാക്ട് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ബോൾ ഫ്രണ്ടിലേക്ക് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ അത് കോച്ചസിനും കുറച്ച് ഇഞ്ചുറീസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ ആദ്യം കോണ്ടാക്ട് കറക്റ്റ് ആയ ഒരു കുട്ടിക്ക് നമുക്ക് എത്ര കോൺഫിഡൻ്റ് ആയിട്ട് വേണമെങ്കിലും ഫ്രണ്ടിൽ നിന്ന് ബോൾ ഡ്രോപ്പ് ചെയ്യാവുന്നതാണ്. സോ ഇപ്പം നമ്മൾ ഈ ചെയ്യാൻ പോകുന്ന ഡ്രില്ല് കോച്ച് ബാക്കിലായിരിക്കും നിൽക്കുക, പ്ലെയർ നോർമൽ സ്റ്റാൻസിൽ നിന്നിട്ട് ഫ്രണ്ടിലേക്ക് വാച്ച് ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ കോച്ച് ബാക്കിൽ നിന്ന് എസ് എന്ന് പറഞ്ഞിട്ട് ബോൾ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യും. ഈ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ബോൾ പിച്ച് ചെയ്ത് ബൗൺസ് ചെയ്ത് വരുന്ന സമയത്ത് എസ് എന്ന കോൾ കേട്ടിട്ട് ബാറ്റർ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കി കൈ എക്സ്റ്റെൻഡ് ചെയ്ത് ഷോട്ട് പോയിന്റ് റേഞ്ചിലേക്ക് അടിക്കുന്നതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. യെസ് യെസ് നമ്മൾ ഇന്ന് 3 ഡ്രില്ലാണ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് ഡ്രോപ്പ് ചെയ്തിട്ട് ഷോട്ട് കളിക്കുന്നത് ചെയ്തു. അതിലൂടെ നമ്മൾ ഉദ്ദേശിച്ചത് കോണ്ടാക്ട് കറക്റ്റ് ആക്കുക എന്നുള്ളതാണ്. രണ്ടാമത് നമ്മൾ ചെയ്തത് അണ്ടർആം ഡ്രില്ലാണ്. അണ്ടർആം ഡ്രില്ലിൽ അവരുടെ ബോൾ എവിടെ വെച്ച് കോണ്ടാക്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ ക്ലിയർ ചെയ്തെടുത്തു. മൂന്നാമത് നമ്മൾ ഓവറാം ഡ്രില്ല് ചെയ്തു. നോർമൽ മാച്ചിൽ ബോൾ വരുന്ന രീതിയിൽ ബോൾ പിച്ച് ചെയ്ത് നമ്മൾ എറിഞ്ഞു പ്രാക്ടീസ് ചെയ്തു. സോ ഈ 3 ഡ്രില്ല് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വിക്കറ്റിൻ്റെ ഡിസ്റ്റൻസിൽ നിന്ന് ഓവറാം കുറച്ച് സ്പീഡ് കൂട്ടി നിങ്ങൾക്ക് ചെയ്ത് നിങ്ങളുടെ ഷോട്ട് ഇമ്പ്രൂവ് ചെയ്യാവുന്നതാണ്. സോ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും.